ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? നമ്മൾക്കും ഇവിടെ സുഖമായിട്ട് ഇരിക്കണു. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായിരിക്കണം കേട്ടോ. കല്യാണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് കല്യാണത്തിൻ്റെയും തലേന്നത്തെയും കൂടെ വിശേഷങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തലേന്നത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ തലേ ദിവസം ഫോട്ടോഷൂട്ട് നടക്കുകയാണ് കേട്ടോ. ഇവിടെ കുട്ടികളും എല്ലാവരും നിന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുക്കലാണ്. പിന്നെ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇവർ ഏട്ടനും അനിയത്തിമാരും ഒക്കെയാണ് കേട്ടോ അത്. പിന്നെ ഓരോ ഫാമിലി ആയിട്ട് ഇങ്ങനെ കയറിയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ നാത്തൂൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ. 3 നാത്തൂന്മാരാണ്. അതിൽ മൂത്ത നാത്തൂൻ്റെ ചെറിയ മോളെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അവർ ഞങ്ങളെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ വീട്ടിൽ വെച്ചിട്ടാണ് കല്യാണം ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടുകാരൊക്കെ പാടെ ഫുഡ് കഴിക്കാണ്. മറ്റു വന്നവരൊക്കെ അങ്ങനെ ഫുഡ് കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മോൻ്റെയൊക്കെ നാത്തൂൻ്റെ മോൻ്റെയും ഒക്കെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടെ ഇരുന്നിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവർ കുറച്ച് പാട്ടും പിന്നെ കുട്ടികളുടെ ഡാൻസും പരിപാടിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ വീഡിയോസൊക്കെ ഇതിൽ മിസ്സായിട്ടുണ്ട്. കുട്ടികളൊക്കെ ഒക്കെ ഡാൻസ് കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പാട്ടൊക്കെ ഇട്ടിട്ട് അവരെന്നെ പഠിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ അവരങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ പാട്ടൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ പാട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറിയ ആൾ ഇവരെ കൂടെ പ്രാക്ടീസിനൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവർ വന്ന നേരം കൊണ്ട് അവൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഇവരെ മാതിരി കുറേ കാട്ടിക്കൂട്ടി നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ അവൾക്ക് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ടൊന്നും അവൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പം നിന്നിട്ട് എന്തൊക്കെയോ ചെയ്തിട്ട് അവർ കൂടെയൊക്കെ അങ്ങനെ പിടിച്ച് നിൽക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ കുറച്ച് ഡാൻസും കളിയും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ കുറേ നേരം അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സൽമാൻ ഒരു ഗാനം ആലപിക്കുന്നു. അശ്ലീലിൽ പുറത്താരെന്താ പിന്നെ അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് അവർ ഇരുന്നിട്ട് കുറേ നേരം പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും അങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്ന് പോയിട്ട് കടന്നത്. പിന്നെ പിറ്റേ ദിവസം കല്യാണത്തിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. എൻ്റെ ചെറിയ നാത്തൂൻ്റെ മോനാണ് കേട്ടോ അത്. ഓൾക്ക് 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ് കേട്ടോ ഉള്ളത്. മൂത്ത നാത്തൂർക്ക് 3 പെൺകുട്ടി ഒരു ആൺകുട്ടിയാണ്. അവളെ ചെറിയ കുട്ടിയുടെ കല്യാണമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മോന് ഇത് ചെറിയ നാത്തൂൻ്റെ മൂത്ത കുട്ടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലൊക്കെ എത്തി. പിന്നെ പുതിയ സ്റ്റേജിലൊക്കെ കയറി ഓളോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളും ഓരോരുത്തർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കയറി ഫോട്ടോകളൊക്കെ എടുക്കൽ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ ചെക്കൻ വന്നു കേട്ടോ. ചെക്കൻ വന്നതിന് ശേഷമുള്ള വീഡിയോസാണ്. പിന്നെ ഞാനങ്ങനെ ഫുഡ് കൊടുക്കാനും ആൾക്കാരൊക്കെ നമുക്ക് മാനേജ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ താഴത്തേക്ക് ഫുഡ് കഴിക്കുന്ന ഏരിയക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചെക്കൻ വരുന്ന ടൈമിനാണ് കേട്ടോ മേലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നത്. മേലെയാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ താഴെ ഫുഡ് കൊടുക്കണ അവിടേക്ക് പോകുമ്പോൾ നമുക്ക് മേലത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് ഇടത് ഭാഗത്ത് നിൽക്കുന്നതാണ് മൂത്ത നാത്തൂൻ്റെ മോന്. പിന്നെ വലത് ഭാഗത്ത് നിൽക്കുന്നത് രണ്ടാമത്തെ നാത്തൂൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ പെണ്ണിൻ്റെ ബ്രദർ ഇടത് ഭാഗത്ത് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും കൂടെ പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയാണ്. ചെക്കൻ വന്ന് സ്റ്റേജിൽ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ സ്റ്റേജിൽ കയറി മുഖത്തെ തട്ടൊക്കെ ഒന്ന് മാറ്റി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ അവരവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ നേരെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോവുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇവർ വന്ന് സ്റ്റേജിലൊക്കെ കയറി കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് വന്നവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പറ്റും പോലെയൊക്കെയുള്ള വീഡിയോസൊക്കെ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓളെ സ്റ്റേജിലേക്ക് കയറ്റുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കാനൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവൾ അതുപോലെയൊക്കെ ചെയ്യാൻ കേട്ടോ. പിന്നെ ഡ്രസ്സിൻ്റെ വെയിറ്റ് കൊണ്ട് അവൾക്ക് അങ്ങനെ പെട്ടെന്നാണ് കയറാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ അതൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ അവർ. എന്നിട്ട് അങ്ങനെ കയറിയിട്ട് പെട്ടെന്ന് തന്നെ ഫോട്ടോ ഒക്കെ എടുക്കലിന് ചെക്കൻ വന്നപ്പോൾ തന്നെ 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ പെണ്ണിൻ്റെ കൂടെ പോയിട്ട് അവിടെ കൊണ്ടാക്കിയിട്ട് പോരുമ്പത്തിന് ദൂരം നിന്ന് വന്നവർക്കൊക്കെ പോകാൻ നേരം വൈകും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയം കൊണ്ട് ഇവരെ കൂടെ വന്നിട്ടുള്ളവർക്കൊക്കെ അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെക്കന്മാരൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഫോട്ടോസൊക്കെ അവർക്ക് എടുക്കാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കൂടെ വന്നിട്ടുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഞങ്ങൾ താഴെ കൊണ്ടുപോയിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷമാണ് ചെക്കന്മാരൊക്കെ വന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ചെക്കനും പെണ്ണും കൂടെ വന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നല്ല ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ അവിടെ ഒരു ഇരുട്ടായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഞാനൊരു സൈഡിൽ നിന്നിട്ട് വീഡിയോ എടുത്തപ്പോൾ അത് നല്ലപോലെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു ക്ലിയറിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പറ്റും പോലെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പെണ്ണിൻ്റെ കൂടെ. പെണ്ണിൻ്റെ അമ്മയും എൻ്റെ എല്ലാ നാത്തൂന്മാരും പിന്നെ ഞങ്ങൾ വീട്ടിലുള്ളവരും എല്ലാവരും പിന്നെ കുറച്ച് വന്നിട്ടുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ ചെക്കൻ്റെ അവിടെ എത്തിയിട്ടാണ് കേട്ടോ. അവരെ ഓഡിറ്റോറിയത്തിലാണ് പെണ്ണ് അവിടെ ചെന്നതിൻ്റെ ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ ഇത്. അവിടുന്ന് പിന്നെ അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ചെക്കൻ്റെ അവിടെ ചെന്നപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ. കുറച്ച് വീഡിയോസ് ഞാൻ അവിടുന്ന് എടുത്തതായിരുന്നു. പിന്നെ അങ്ങനെ അവർ ചെക്കനെ പെണ്ണും കൂടെ അങ്ങനെ സ്റ്റേജിക്ക് പോവുകയാണ് കേട്ടോ ചെയ്യണത്. സ്റ്റേജിക്ക് ഓൻ്റെ ഉമ്മ കൊണ്ടാക്കി കൊടുക്കണ ഒരു ഇതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ അവർ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാൻ നിന്ന് അങ്ങനെ പോരുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതാ ഓൻ്റെ ഉമ്മ അങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെക്കൻ്റെ അടുത്തേക്ക്. ഈ പച്ച തട്ടിട്ടതാണ് ഓൻ്റെ ഉമ്മ. ഓൻ്റെ ഉമ്മ അങ്ങനെ സ്റ്റേജിൽ ഓളെ കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഓനിക്കൊരു അനിയനാണുള്ളത്, ഓന് 2 ആൺമക്കളാണ് കേട്ടുള്ളത്. അപ്പോൾ മൂത്ത മോനാണ് ഓന്. അപ്പോൾ ഓൻ്റെ അടുത്തേക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അങ്ങനെ പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ എൻ്റെ ഫ്രണ്ട്സുകൾ കുറേ ചെക്കന്മാരുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ നല്ല പിന്നെ പാട്ടും കളിയും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമ്മൾ മക്കളെ കല്യാണം ആകുമ്പോൾ എന്തായാലും അങ്ങനെയാണല്ലോ, അവിടെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്നിട്ട് അങ്ങനെ പിന്നെ അവർ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നല്ല കളിയും അവിടെ ഇരുന്ന് കൈകൊട്ടി കളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. വീഡിയോ കോപ്പിറൈറ്റ് വരും, അത് കാരണം ഞാൻ ആ പാട്ടൊക്കെ ഒഴിവാക്കിയതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓനും ചെക്കനും പെണ്ണും പിന്നെ പെണ്ണിൻ്റെ ഏട്ടത്തിമാരാണ് കേട്ടോ അതൊക്കെ. അവരൊക്കെ കൂടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ വീഡിയോ എടുക്കാൻ ചെന്നതിന് ഓൻ എന്നെ കളിയാക്കിയിട്ട് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ചെക്കന്മാർ നല്ല ഡാൻസും കളിയൊക്കെയാണ് കേട്ടോ. ഫുഡ് കഴിച്ച് വന്ന് നോക്കുമ്പോൾ സ്റ്റേജിൽ നല്ല ഡാൻസും പാട്ടും ഒക്കെ വെച്ചിട്ട് അവർ നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ എന്തൊക്കെ